വാർത്തയിലേക്ക് വിശദമായി. കരിങ്കൊടി പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നവകേരള സദസ് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നതോടെയാണ് പാർട്ടി പ്രവർത്തകർക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരെ നേരിട്ടു തുടങ്ങിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് മന്ത്രിമാർ. എന്നാൽ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന്, വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, ഇന്നലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ മർദ്ദനം അത് വലിയ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തുന്നത്. പലരും ഇതിനെതിരെ സംസാരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു. ഈ പ്രതിഷേധ സമരം ഇതേ രീതിയിൽ തുടരാനും അവർ തീരുമാനിക്കുകയാണ്. ഇരട്ട നീതി എന്ന തരത്തിൽ ഒക്കെയുള്ള വിമർശനം പലതവണ നവകേരള സദസ്സ് തുടങ്ങിയതിനിടെ നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ സംഭവങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പിന്നീട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ തന്നെ വീട് ആക്രമിക്കുന്ന സംഭവം അവിടെ ഉണ്ടായി. നേതാക്കൾ ഒക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഇന്ന് നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ സാഹചര്യം? കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കോൺഗ്രസ് ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്? രേണുക, ഇന്ന് നവകേരള സദസ്സിന്റെ 3ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലായാണ് സദസ്സ് പര്യടനം നടത്തുക. ആദ്യത്തെ സദസ്സ് എത്തുക മാവേലിക്കര ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നിരവധി പരാതികൾ ഉയർന്നതാണ്. കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ മതിൽ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ മതിൽ പൊളിക്കാൻ നഗരസഭ തയ്യാറാവാതായതോടെ മതിൽ തന്നെ അപ്രത്യക്ഷമായ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ സംഭവത്തിലുമൊക്കെ പോലീസ് ഇതുവരെ മതിൽ പൊളിച്ചത് ആരാണെന്നോ ഇത്രയും മീറ്റർ മതിൽ കൊണ്ടുപോയതിന്റെ അവശിഷ്ടം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കൗതുകരമായ വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മാവേലിക്കരയിൽ കനത്ത പോലീസ് പ്രൊട്ടക്ഷനിൽ തന്നെയാണ് ആ സ്കൂളും പരിസരവും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കായംകുളത്താണ് ആദ്യഘട്ടത്തിൽ ഉള്ള പര്യടനത്തിന്റെ ഭാഗമായി കായംകുളം LMS ഗ്രൗണ്ടിലാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പര്യടനം ഉള്ളത്. തുടർന്ന് മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും വൈകിട്ട് ചെങ്ങന്നൂരിലെ ക്രിസ്ത്യൻ കോളേജിലുമാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. 10:30 മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് സദസ്സ് കടക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, ഇവിടുത്തെ ഇപ്പോഴുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന KSU പ്രവർത്തകർക്ക് നേരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർചലനങ്ങൾ ഇന്നത്തെ ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വളരെ സമാധാനപരമായി പ്രതിഷേധിച്ച 2 KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ തന്നെ ഗൺമാൻ അനിലിന്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവരെ നിലത്തിട്ടടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഒട്ടുമില്ലായിരുന്നു. കാരണം പ്രതിഷേധിച്ച പ്രവർത്തകരെ അവിടുത്തെ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി അവരെ അവിടെ നിന്ന് മാറ്റി. അവർ വാഹനത്തിന്റെ മുന്നിലേക്ക് വന്നില്ല. റോഡിന്റെ അരികിൽ നിന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. കരിങ്കൊടി കാട്ടിയിട്ടില്ല. ആ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരൂർ SIയുടെ നേതൃത്വത്തിൽ മാറ്റി നിർത്തുമ്പോൾ ആ SIക്ക് പോലും അടി കിട്ടുന്ന ആദ്യത്തെ അടി SIയുടെ ദഹത്ത് ഉൾപ്പെടെയാണ് വീഴുന്നത്. അവർക്ക് വരെ അടി കിട്ടുന്ന രീതിയിൽ പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം നിർത്തി അതിൽ നിന്ന് ഗൺമാൻ അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങി വരികയും ആ ചെറുപ്പക്കാരെ, താഴെ വീണ് കിടക്കുന്ന ചെറുപ്പക്കാരെ അതിക്രൂരമായി ലാത്തിക്ക് അടിച്ച് തലയ്ക്കുൾപ്പെടെ അടിച്ച് പൊട്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായ AD തോമസ്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായ അജയ് എന്നിവർക്കാണ് അജയുടെ കൈക്ക് പൊട്ടലുണ്ട്. കൈ തല്ലി പൊട്ടൽ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് കൈക്ക്. ഈ 2 പേർക്കാണ് ക്രൂരമായ മർദ്ദനമുണ്ടായത്. അതിന്റെ ഒരു തുടർച്ചലനം പിന്നെ ആലപ്പുഴയിൽ തീർച്ചയായും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ ഈ രീതിയിൽ അടിച്ചൊതുക്കാമോ എന്ന സംശയമാണല്ലോ ശരണ്യ ഉയരുന്നത്. പക്ഷേ ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് രാവിലെ മന്ത്രിമാരൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ അക്രമത്തെ, ഈ മർദ്ദനത്തെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം നവകേരള സദസ്സിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ, നിരവധിയായ സംഭവങ്ങളുണ്ട്. അതിനെയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന തരത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നും മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ ആലപ്പുഴയിൽ നടന്ന ഈ മർദ്ദനത്തെയും ന്യായീകരിക്കാൻ തന്നെയാണോ സാധ്യത? മന്ത്രിമാരുടെ പ്രതികരണം നൽകുന്ന സൂചന അത് തന്നെയാണോ? കണ്ണൂരൊക്കെ എന്താണ് സംഭവിച്ചത്, അതിനൊക്കെ സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം കേരളം മുഴുവൻ ഇപ്പോൾ പരിഹാസപൂർവ്വം പറയുന്ന ജീവൻ രക്ഷ
സംവിധാനം മുഖ്യമന്ത്രി പറഞ്ഞ പോലെയുള്ള ജീവൻ രക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായാണ് അന്ന് പൊതിരെ തല്ലിയത് എന്നുള്ള ന്യായീകരണം പോലെയുള്ള ന്യായീകരണങ്ങൾ മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ ഇവിടെയും ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ അടി കിട്ടിയാൽ അടി കിട്ടി പരിശീലിക്കുന്നത് നല്ലതാണ്, അടി കിട്ടി പരിശീലിച്ചാൽ നേതാക്കന്മാരാകുമെന്നുള്ള അടക്കമുള്ള പ്രതികരണങ്ങൾ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായും അതിലേക്ക് ഒരു തുടർ ബാക്കിയുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ 10:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അപ്പോഴും അതിൻ്റെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണോ പ്രതികരണങ്ങളാണോ വരാൻ ഇരിക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഈ ഇന്നലെ നടന്ന സംഭവം തന്നെ നമുക്കറിയാമല്ലോ രേണുക, KPCC ജനറൽ സെക്രട്ടറിയുടെ വീട് അടിച്ചു പൊട്ടിക്കുന്നു. അതായത് കൈതവനയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നു, ഉടനെ തൊട്ടപ്പുറത്തുള്ള KPCC ജനറൽ സെക്രട്ടറിയുടെ വീട് കയറി കുടുംബത്തെ ഉൾപ്പെടെ ആക്രമിക്കുകയും വീട് തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വീട് തല്ലിപ്പൊളിച്ച കേസിലും ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. പോലീസിന്റെ കൺമുന്നിൽ നടന്ന സംഭവത്തിനകത്ത് പോലും ആരെയും പോലീസ് കിട്ടിയിട്ടില്ല. സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉള്ളത്. അയാളാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ മുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. അതിനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, പരിശീലിക്കേണ്ട ഭാഗമാണ് എന്നൊക്കെയാണ് ഓരോ മന്ത്രിമാർ പറയുന്നതും. തീർച്ചയായും ശരണ്യയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ VV വിനോദ് കൂടി നമുക്ക്